ഹലോ, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. 1001 രാത്രിയിലെ 38ാമത്തെ കഥയുടെ 12ാം ഭാഗമാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. കഥ ഉമർ രാജാവിൻ്റെയും പുത്രന്മാരുടെയും കഥ. എന്തെങ്കിലും വീട്ടുജോലി അന്വേഷിച്ചിറങ്ങിയ നുഷത്ത് ഒരു റൗഡി തലവൻ്റെ മുൻപിൽ അകപ്പെടുന്നിടത്താണല്ലോ കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ കഥ നിർത്തിയത്. തുടർന്ന് കേട്ടോളൂ. അയാൾ അവളോട് പറഞ്ഞതെത്രയും കള്ളമായിരുന്നു. അയാൾക്ക് വീടോ മക്കളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അയാൾ പറഞ്ഞതൊക്കെ അവൾ വിശ്വസിച്ച് അയാളുടെ കൂടെ പോയി. കുറേ ദൂരം ചെന്നപ്പോൾ റൗഡി തലവൻ അയാളുടെ കൂട്ടുകാരുടെ താവളത്തിലെത്തി. അവിടെ നിന്ന് ഒരു ഒട്ടകത്തിനു പുറത്ത് അവളെ പിടിച്ചിരുത്തി ഓടിച്ചു പോയി. മരുഭൂമിയിലെ ആളൊഴിഞ്ഞ സ്ഥലത്ത് ചെന്നപ്പോൾ അയാൾ അവളെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. എന്തിനാണ് നീ കരയുന്നത്? മിണ്ടാതിരുന്നോ, അല്ലെങ്കിൽ അടിച്ചു കൊന്നുകളയും. അവൾ വെറുപ്പോടെ അയാളെ ശപിച്ചു. കള്ളൻ, തമ്മാടി, എന്നെ പറ്റിച്ച നീ നരകത്തിൽ പോകും. അയാൾ അവളെ അടിക്കാൻ ചാട്ടയോങ്ങി. തെണ്ടി, അടിച്ച് നിന്റെ പുറം പൊളിക്കും. അനുസരണക്കേട് കാണിച്ചാൽ നിന്റെ നാക്ക് ഞാൻ പിഴുതെടുക്കും. ഇത്തരം ശകാര വചനങ്ങൾ കേട്ട് പരിചയമില്ലാത്ത നുഷത്ത് ആകെ ഭയന്ന് വിറച്ച് മിണ്ടാതിരുന്നു. ദീർഘനിശ്വാസത്തോടെ അവൾ ഒരു കവിത മൂളി. അശ്രുസാഗരം കടക്കുവാൻ ഞാനൊരു മോഹത്തിൻ തോണിയിലേറി, ഓർമ്മതൻ ചിറകുകൾ പങ്കായമാക്കി ഓമൽ കിനാവിൻ്റെ തീരത്തണഞ്ഞു. ക്രൂരനെങ്കിലും സഹൃദയനായിരുന്ന അയാളുടെ ദൗർബല്യമായിരുന്നു കവിത. നുഷത്തിൻ്റെ കവിത അയാളുടെ മനസ്സലിയിച്ചു. അയാൾ അവളുടെ കണ്ണീർ തുടയ്ക്കുകയും തിന്നാൻ ബാർലി കൊണ്ടുള്ള റൊട്ടി നൽകുകയും ചെയ്തു. ഇനി ഞാൻ ദേഷ്യപ്പെടുമ്പോൾ തർക്കുത്തരം പറയരുത്, അയാൾ പറഞ്ഞു. നിന്നെ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് പറയാം. നിന്നെ എൻ്റെ അടിമയോ വെപ്പാട്ടിയോ ആക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഏതെങ്കിലും ഒരു ധനികന് വിലയ്ക്ക് കൊടുക്കും. അയാൾ നിന്നോട് സ്നേഹമായി പെരുമാറും. അങ്ങനെയാവട്ടെ, നുഷത്ത് പറഞ്ഞു. വീണ്ടും അവളെ ഒട്ടകപ്പുറത്ത് കയറ്റി അയാൾ ഓടിച്ചുപോയി. ഈ സമയം നേരം പുലർന്നത് കണ്ട് ഷഹറാസാദ് കഥ പറച്ചിൽ നിർത്തി. അടുത്ത രാത്രി സമാഗതമായപ്പോൾ അവൾ കഥ പറയാൻ തുടങ്ങി. അവർ ദമാസ്കസിലെത്തി. അവിടെ സുൽത്താൻ്റെ സത്രത്തിൽ താമസിച്ചു. അപ്പോഴും കരഞ്ഞുകൊണ്ടിരുന്ന നുഷത്തിനോട് റൗഡി തലവൻ പറഞ്ഞു, ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നാൽ നിന്റെ സൗന്ദര്യം നശിക്കും. ഏതെങ്കിലും ഒരു കിഴവൻ ജൂതന് നിന്നെ വിൽക്കേണ്ടി വരും. അയാൾ അടിമച്ചന്തയിൽ ചെന്ന് കച്ചവടക്കാരോട് പറഞ്ഞു, ജെറുസലേമിൽ നിന്നും ഒരു പെൺകുട്ടിയെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അവളുടെ രോഗിയായ സഹോദരനെ എൻ്റെ വീട്ടിൽ താമസിപ്പിച്ചിട്ടാണ് പോന്നത്. അതുകൊണ്ട് അവളെ കാണുന്നവർ സഹോദരൻ തൻ്റെ വീട്ടിലുണ്ടെന്നേ പറയാവൂ. എങ്കിൽ ഞാൻ അവളെ സമാധാനിപ്പിച്ച് കുറഞ്ഞ വിലയ്ക്ക് തരാം. അവൾക്ക് എത്ര വയസ്സായെന്ന് ഒരാൾ ചോദിച്ചു. വിവാഹപ്രായമെത്തിയ കന്യകയാണ്. ബുദ്ധിയും പഠിപ്പും അഴകുമുണ്ട്. നിർഭാഗ്യവശാൽ അവളുടെ സഹോദരന് രോഗം പിടിച്ചതു മുതൽ കുറച്ച് മെലിഞ്ഞുപോയി. വാങ്ങുന്നയാൾ മനസ്സ് വെച്ചാൽ അത് മാറ്റിയെടുക്കാൻ പറ്റും. ശരി, ഞാൻ നോക്കട്ടെ, അയാൾ പറഞ്ഞു. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ വാങ്ങില്ല. ബാഗ്ദാദ് ചക്രവർത്തി ഉമർ അൽ ന്യൂമാന് വേണ്ടിയാണ് വാങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ മകൻ ഷേർഖാനാണ് ഇവിടുത്തെ ഗവർണർ. അദ്ദേഹത്തിൻ്റെ അംഗീകാരം വാങ്ങിയതിനു ശേഷം ചക്രവർത്തിക്ക് സമർപ്പിക്കാം. വില അപ്പോഴേ തരാൻ പറ്റൂ. ഈ വ്യവസ്ഥകൾ അംഗീകരിച്ചപ്പോൾ വ്യാപാരി സത്രത്തിൽ ചെന്ന് പെൺകുട്ടിയെ കണ്ടു. നിനക്ക് സമാധാനമുണ്ടാവട്ടെ, അയാൾ അവളെ ആശംസിച്ചു. ശുദ്ധമായ അറബിയിൽ നുഷത്ത് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനവും അല്ലാഹുവിൻ്റെ അനുഗ്രഹവും കൈവരട്ടെ. ആ റൗഡി തലവനേക്കാൾ ഈ വ്യാപാരിയെ അവൾക്കിഷ്ടമായി. അവളുടെ ഉച്ചാരണ ശുദ്ധിയും പെരുമാറ്റവും ഇഷ്ടപ്പെട്ട വ്യാപാരി വില എത്രയാണെന്ന് റൗഡി തലവനോട് ചോദിച്ചു. നിങ്ങളെന്ത് കൊടുക്കും? നിങ്ങൾ പറഞ്ഞാൽ മതി. 200 ദിനാർ, നികുതിയില്ലാതെ. വന്ന വഴിയെ പോകുന്നതാണ് നല്ലത്. ഞാൻ അവളെ വിൽക്കുന്നില്ല. നാട്ടിൽ കൊണ്ടുപോയി ഒട്ടകങ്ങളെ മേയ്ക്കാൻ വിടാം. ക്ഷമിക്കൂ സ്നേഹിത, നിങ്ങൾക്ക് വില പറയാൻ അറിഞ്ഞുകൂടാ. ഞാൻ അവളുടെ മുഖമൊന്ന് കാണട്ടെ. വില ഉറപ്പിക്കുന്നതിന് മുമ്പ് അത് പതിവുള്ളതാണല്ലോ. ഇഷ്ടം പോലെ കണ്ടോളൂ. മുഖം മാത്രമല്ല, ശരീരമാസകലം
ഉടുതുണിയില്ലാതെ കണ്ടാലും എനിക്കൊരു വിരോധവും ഇല്ല. വേണമെങ്കിൽ തടവിയും നോക്കാം. ആ വൃദ്ധൻ മുകളിലേക്ക് നോക്കി. അയ്യോ, അത്തരം ദുരുദ്ദേശമൊന്നും എനിക്കില്ല. അല്ലാഹു പൊറുക്കട്ടെ. അവളുടെ മുഖം മാത്രം ഒന്ന് കണ്ടാ മതി. കഥ ഇത്രയും ആയപ്പോഴേക്കും നേരം പുലർന്നു കണ്ട് ഷഹറാസാദ് മൗനം ഭജിച്ചു. അടുത്ത രാത്രി സമാഗതമായപ്പോൾ അവർ കഥ തുടർന്നു. വ്യാപാരി നുഷത്തിനെ സമീപിച്ച് ക്ഷമാപണത്തോടെ അവളുടെ അടുത്തിരുന്നു. എന്നിട്ട് അവളുടെ പേരെന്താണെന്ന് ചോദിച്ചു. അവൾ നെടുവീർപ്പിട്ടു. ഇപ്പോഴത്തെ പേരാണോ പണ്ട് എന്നെ വിളിച്ചിരുന്ന പേരാണോ അറിയേണ്ടത്? പണ്ട് എന്നെ പ്രത്യാശ എന്ന് വിളിച്ചിരുന്നു. ഇപ്പോൾ നിരാശ എന്നറിയപ്പെടാനാണ് എനിക്കിഷ്ടം. അത് കേട്ട് വ്യാപാരിയുടെ കണ്ണുകൾ ഈറനായി. വ്യാപാരിയും നുഷത്തുമായുള്ള സംഭാഷണം നീണ്ടുപോകുന്നതിൽ കുപിതനായ റൗഡിത്തലവൻ ഓടി വന്ന് അവളെ അടിക്കാൻ ചാട്ടയുയർത്തി. ചിലച്ചത് മതി, മൂടുപടം മാറ്റ്, നിന്റെ മുഖം ഇയാളൊന്ന് കാണട്ടെ. നുഷത്ത് ആ വ്യാപാരിയോട് അപേക്ഷിച്ചു. ദൈവത്തെയോർത്ത് ഈ കള്ളൻ്റെ കയ്യിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷിക്കണേ, ഇല്ലെങ്കിൽ ഇന്ന് രാത്രി തന്നെ ഇയാൾ എന്നെ കൊല്ലും. വ്യാപാരി റൗഡി തലവനോട് പറഞ്ഞു. നിങ്ങൾക്ക് ഇവളെ വിൽക്കണമെന്നുണ്ടല്ലോ, ഒരു വില പറഞ്ഞാൽ ഞാൻ വാങ്ങിക്കൊള്ളാം. വില നിങ്ങൾ തന്നെ പറയണം, വയ്യെങ്കിൽ ഞാൻ തിരിച്ചു കൊണ്ടുപോയിക്കൊള്ളാം. 50,000 ദിനാർ വ്യാപാരി പറഞ്ഞു. ദൈവമേ, ഇത് നല്ല തമാശ തന്നെ. 70,000? ഇവൾക്ക് റൊട്ടി വാങ്ങാൻ വേണ്ടി മാത്രം 90,000 ഞാൻ ചെലവാക്കിയിട്ടുണ്ട്. സ്നേഹിത, നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ ഗോത്രത്തിലുള്ള സകലമാന പേരും കൂടിയും അത്രയും റൊട്ടി തിന്നിട്ടുണ്ടാവില്ല. 1,00,000 അവസാനത്തെ വില. ഇതോ സമ്മതിച്ചില്ലെങ്കിൽ നിങ്ങൾ അടിമയെ പീഡിപ്പിക്കുന്ന കാര്യം ഞാൻ ദമാസ്കസ് ഗവർണറായ ഷേർഖാനെ അറിയിക്കും. പിന്നെ എന്തു സംഭവിച്ചു എന്നറിയണ്ടേ? കാത്തിരുന്നോളൂ, ഞാൻ വരാം ഉടൻ തന്നെ.